കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ തീപിടുത്തം. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് തീപിടുത്തം ഉണ്ടായത്. ആശുപത്രിയുടെ സി ബ്ലോക്കിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ആശുപത്രിയിൽ തീപിടുത്തം എന്നുള്ള വാർത്തയാണിപ്പോൾ വരുന്നത്. വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. ആശുപത്രിയുടെ സി ബ്ലോക്കിലാണ് ഈ തീപിടുത്തം. ചേതൻ ചേരുകയാണ്. ചേതൻ, വിശദാംശങ്ങൾ. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടായത്. കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് ഇത്തരത്തിൽ ഒരു വലിയൊരു തീപിടുത്തം ഉണ്ടായത്. പ്രാഥമിക വിവരം മാത്രമേ ലഭ്യമായി വരുന്നുള്ളൂ. ഉടൻ തന്നെ നമ്മൾ അവിടെ എത്തിച്ചേരുന്നതാണ്. ആശുപത്രിയിലെ സി ബ്ലോക്കിൽ വെച്ചാണ് തീപിടുത്തം ഉണ്ടായത്. ഇങ്ങോട്ടേക്കുള്ള പൊതുഗതാഗതം ട്രാഫിക് പോലീസ് നിരോധിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ ഈ ബേബി മെമ്മോറിയലിന്റെ ഹോസ്പിറ്റലിന്റെ സമീപത്തൂടെ കടത്തിവിടുന്നില്ല. ഇങ്ങോട്ടേക്ക് വരെ പാടില്ല എന്ന നിർദ്ദേശവും പോലീസ് പുറപ്പെടുവിക്കുന്നുണ്ട്. ഇവിടെ ട്രാഫിക് പോലീസും അതുപോലെ തന്നെ കൂടുതൽ ആംബുലൻസുകളും ഫയർഫോഴ്സ് യൂണിറ്റുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊന്നും ഈ ഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ ലഭ്യമല്ല. വരും ഏതാനും മിനിറ്റുകൾക്കകം ചിത്രം കൂടുതൽ വ്യക്തമാകുമായിരുന്നു. ഏതായാലും ആശുപത്രിയുടെ സി ബ്ലോക്കിൽ നിന്ന് കറുത്ത പുക ഉയർന്നു വരികയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം സംഭവിച്ചത് എന്ന കാര്യങ്ങളടക്കം കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും ഇങ്ങോട്ടേക്ക് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സമീപത്തെ ഫറൂഖ് അതുപോലെ തന്നെ ടൗണിന്റെ പുറത്തുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ അടക്കം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ SP DYSP റാങ്കിൽ അടക്കമുള്ള ഉദ്യോഗസ്ഥർ DYSP റാങ്കിലെ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഒന്ന് പോകണം ഇപ്പം വരാം. കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. രോഗികളില്ലാത്ത ബ്ലോക്കിലാണ്. അവിടെ രോഗികൾ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആശങ്കയ്ക്ക് വകയില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. രോഗികളില്ലാത്ത ഭാഗത്താണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ടെറസിൻ്റെ മുകളിൽ നിന്ന് വലിയ തോതിൽ കറുത്ത പുക ഉയരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചേതൻ തുടരുകയാണ്. ചേതൻ, അരമണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു തീപിടുത്തം സംഭവിച്ചത്. ഈ ആശുപത്രി ജീവനക്കാരൊക്കെ പുറത്തേക്ക് മാറ്റുന്ന ചുമതലയിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. കൂടുതൽ ആർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്, അതുപോലെ തന്നെ പരിക്കേറ്റവരുടെ പരിക്ക് ഗുരുതരമാണോ എന്ന കാര്യങ്ങളടക്കം പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇവിടെ ധാരാളം രോഗികളെ ആശുപത്രിയുടെ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ പരിശോധിച്ചു വരുന്നേ ഉള്ളൂ. ഏതാനും നിമിഷങ്ങൾക്കകം പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു നിർദ്ദേശം, കൃത്യമായ എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളടക്കമുള്ള എന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. ഏതായാലും നമ്മളിവിടെ ആശുപത്രി പരിസരത്ത് എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പുക ഉയർന്നു തന്നെ ഇരിക്കുകയാണ്. എന്നാൽ നേരത്തെ സംഭവിച്ച അത്ര പുക ഇപ്പോൾ ഇല്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. തീർച്ചയായും ചേതൻ, നേരത്തെ ആദ്യം വന്ന ദൃശ്യങ്ങളിൽ നിന്ന് വളരെ മാറ്റമുണ്ട്. ഇപ്പോൾ ചെറിയ തോതിലുള്ള ഒരു പുക ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ കറുത്ത വലിയ തോതിലുള്ള പുക ആ കെട്ടിടത്തിൽ നിന്ന് ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ചേതൻ കാണിച്ച ആ ദൃശ്യങ്ങളിൽ വളരെ നേർത്ത പുക മാത്രമാണ് ഉള്ളത്. അത് മാത്രവുമല്ല, രോഗികളില്ലാത്ത കെട്ടിടമാണ് എന്നുള്ള വിവരം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് മനുഷ്യരതിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള മനുഷ്യരൊന്നും അതിൽ കുടുങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് വരുന്ന വിവരങ്ങൾ. ആശങ്കയ്ക്ക് വകയില്ല. തീ ഏതാണ്ട് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നൊരു സൂചന ലഭിക്കുന്നുണ്ട്. ആ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് ക്യാമറ തിരിക്കേണ്ടതുണ്ട്. നേരത്തെ അവിടെ നിന്നാണ് വലിയ തോതിൽ പുക ഉയർന്നിരുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ചെറിയ തോതിൽ ആണ് ആ പുക ഉയരുന്നത്. ഏതാണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് വരുന്നത്.